മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. കലയും വർണ്ണങ്ങളും പുതിയ കാഴ്ചകളും സമ്മേളിക്കുന്ന മുസീസ് ബിനാലെയുടെ രണ്ടാം പതിപ്പിന് ഇന്ന് കൊച്ചിയിൽ തുടക്കമാകും. 108 ദിവസം നീണ്ടു നിൽക്കുന്ന കലാമാമാങ്കത്തിൽ 30 രാജ്യങ്ങളിൽ നിന്നായി 100-ലധികം കലാകാരന്മാർ പങ്കെടുക്കും. പ്രധാന വേദിയായ ഫോർട്ട് കൊച്ചി ആസ്പിൻ വാളിൽ ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിലാണ്. കലാകാരന്മാർ, 30 രാജ്യങ്ങൾ, 108 ദിവസം. അറബിക്കടലിന്റെ തീരത്ത് ചായം തേച്ചു മിനുക്കാൻ കലാലോകം ഫോർട്ട് കൊച്ചിയിലേക്ക് എത്തുകയാണ്. 2012 ബിനാലയ്ക്ക് വിവാദത്തിന്റെ അകമ്പടി ഉണ്ടായിരുന്നെങ്കിൽ ഇത്തവണ അതൊന്നും കലാമാമാങ്കത്തെ ബാധിച്ചിട്ടില്ല. ചിത്രങ്ങൾ, ശില്പങ്ങൾ, രൂപകൽപ്പനകൾ തുടങ്ങി ആദ്യ ബിനാലെ പരിചയപ്പെടുത്തിയ ഇൻസ്റ്റലേഷനുകളുടെ വേറിട്ട രൂപങ്ങളും കാഴ്ചക്കാർക്ക് വിരുന്നൊരുക്കും. പ്രധാന വേദിയായ ആസ്പിൻ വാൾ ഹൗസ് അടക്കം 8 വേദികളിലും കലാകാരന്മാർ അവസാനവട്ട മിനുക്കുമണിയിലാണ്. Every day the entire space transforms. ഇന്നലെ രാവിലെ മുതൽ ഇന്ന് രാവിലെ നോക്കിയാൽ സ്പേസ് is completely transformed and I think we still have about 20 hours to go. ആദ്യ ബിനാലയ്ക്ക് 4 ലക്ഷം പേർ എത്തിയിരുന്നെങ്കിൽ ഇത്തവണ 10 ലക്ഷം പേരെയാണ് ബിനാലെ ഫൗണ്ടേഷൻ പ്രതീക്ഷിക്കുന്നത്. വിവിധ കലാപഠന കേന്ദ്രങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ സ്റ്റുഡന്റ് ബിനാലെ, ചിൽഡ്രൻസ് ബിനാലെ എന്നിവയാണ് ഇത്തവണത്തെ പ്രത്യേകതകൾ. വൈകിട്ട് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കലാമാമാങ്കം ഉദ്ഘാടനം ചെയ്യും. മാതൃഭൂമി ന്യൂസ്, കൊച്ചി. ഇടവേള.